ഹലോ, അപ്പോൾ ഇതാ വീണ്ടും ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇതും ഞാൻ കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. അന്ന് ബഡ്ജറ്റിൽ എന്തോ ഓഫറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയതായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ മെയിനായിട്ട് എടുത്തിട്ടുണ്ടായിന്. ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ പോപ്കോൺ, നഗറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. സോസേജിനൊക്കെ അവിടെ നല്ല ഓഫർ ഉണ്ട്, പക്ഷെ അത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് ഐസ്ക്രീമാണ് കേട്ടോ. അവിടെ ഓഫർ ഉണ്ടായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ് മാത്രം വാങ്ങിക്കാനാണ് കേട്ടോ ഞങ്ങൾ വന്നത്. പക്ഷേ ഇങ്ങനെ ഓഫർ കണ്ടപ്പോൾ ഒന്ന് രണ്ട് ഐറ്റംസും കൂടി എടുത്തതാണ്. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടേനു, അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഐശ്വൻ്റെ സ്ഥിര ഏരിയയാണ് കേട്ടോ. അവിടെ വന്നിട്ട് ഒരുപാട് സ്റ്റിക്കറും കുറേ ബുക്ക് നോട്ട് പാഡൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഒന്നും വാങ്ങിക്കണം എന്നൊന്നും പറഞ്ഞില്ല. പിന്നെ എൻ്റെ ഏരിയയാണ് ഈ ഒരു ഭാഗം. എനിക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിനോട് ഒന്നും കൂടി സ്നേഹം കൂടുതലാണ് കേട്ടോ. കാരണം അത് നട്ട് നനയ്ക്കൊന്നും വേണ്ടല്ലോ, വെള്ളം ഒഴിക്കും വേണ്ട, കേടരാതെ അങ്ങനെ ഇരുന്നു. ഈ ഒരു പ്ലാന്റൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള, കാണാനും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഭരണി പോലെയൊക്കെ തോന്നിക്കുന്ന കണ്ടോ, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. വലുത് മാത്രമല്ല ചെറുതും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല അടിപൊളി കളേഴ്സും ഉണ്ട്, പിന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇത് നമ്മൾ പൈസ ഇട്ടേക്കണ, ഞങ്ങൾ കുറ്റി എന്ന് പറയാം, അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഐശ്വര്യ നോക്കിക്കൊണ്ടിരിക്കണം. പണ്ട് ഞാൻ സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ മിററൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരെന്താണെന്ന് ഇപ്പം എനിക്ക് കിട്ടണില്ല. ആ ഒരു സംഭവമാണത്. അപ്പോൾ ഞങ്ങൾ വെറുതെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നോക്കിക്കാട്ട്. പിന്നെ ഈ ഒരു ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നേരിട്ട് കാണാൻ ഒന്നും കൂടിയും ഭംഗിയുണ്ട്. ക്യാമറയിൽ കുറച്ച് മങ്ങിയ പോലെയാണ് കാണാൻ. ഞാൻ കുറച്ച് അധികം നേരം അവിടെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അനു സാധനം എടുത്ത കയ്യോളം എനിക്ക് ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ പരിപാടി. ഞാനിങ്ങനെ ഓരോ ഫ്ലവർ വൈസ്, ഓരോ പോട്ടും ഓരോ ചെടികളും ഒക്കെ നോക്കിയിരിക്കുകയാണ്. ഇങ്ങനത്തെ ഈ ചെടികളൊക്കെ ഞാൻ എത്ര തവണ ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എപ്പോൾ വരുമ്പോഴും ഇതിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ആ ഷീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ നിലത്ത് വിരിക്കണേ. അതുകൊണ്ട് എനിക്ക് എന്തായാലും വാങ്ങിക്കണം എന്നുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് അത് വാങ്ങിക്കുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇടാം കേട്ടോ.